Let's practice if clause. In this video, we are going to practice if clause. Some questions to complete if clause, your textual exercise from page 33 and some previous public exam questions. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഫ് ക്ലോസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൽ ഞാൻ നിങ്ങൾക്ക് 3 സെൻറ്റൻസ് പഠിച്ചു വച്ചേക്കാൻ പറഞ്ഞു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് എ പ്ലസ്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് ഗെറ്റ് എ പ്ലസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് ഗോട്ട് എ പ്ലസ്. ഈ 3 സെൻറ്റൻസും മനസ്സിൽ ഓർമ്മിച്ച് നമുക്ക് ഇഫ് ക്ലോസ് പ്രാക്ടീസ് ചെയ്യാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ തന്നേക്കുന്നു. ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ് നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ? ബിഫോർ പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ്, ലെറ്റ് മീ ഫെമിലിയറൈസ് യു സീറോ ടൈപ്പ് കണ്ടീഷണൽസ്. Zero type conditionals are used to say scientific facts or general truth. For example, if you heat ice, it melts. If water reaches 100 degrees, it boils. സാധാരണ സയൻറ്റിഫിക് ഫാക്ട്സ് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് പറയുന്നതിനാണ് നമ്മൾ സീറോ ടൈപ്പ് കണ്ടീഷണൽസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇഫ് ക്ലോസിൽ വേർബ് പ്രസൻറ്റൻസ് ആയിരിക്കും, അതുപോലെ മെയിൻ ക്ലോസിലെ വേർബും പ്രസൻറ്റൻസ് ആയിരിക്കും. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇഫ് ക്ലോസിലെ വേർബ് ഹീറ്റ്, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുപോലെ മെയിൻ ക്ലോസിലെ വേർബ് മെൽറ്റ്, ഇവിടെ സബ്ജക്റ്റ് ഇറ്റ് ആയതുകൊണ്ട് വേർബ് മെൽസ്, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ? നൗ ഐ ആം ഗോയിങ് ടു ഗിവ് യു സം ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ്. Try to complete the sentences by keeping in mind what I have taught you. Question number 1. If I knew her name, I dash you within bracket tell. Can you say the correct answer? Yes, the answer is would tell. എങ്ങനെയാ അവിടെ ആൻസർ വുഡ് ടെൽ ആയതെന്നറിയാവോ? നമ്മൾ ഇഫ് ക്ലോസിലെ വേർബ് നോക്കും. ഇവിടെ ഇഫ് ക്ലോസിലെ വേർബ് ന്യൂ. നോ ആണ് പ്രസൻറ്റ് ടെൻസ്, ന്യൂ പാസ്റ്റ് ടെൻസ്. ഇഫ് ക്ലോസിലെ വേർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് ഓർമ്മിക്കുക. ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ? വേർബ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ടൈപ്പ് 1, വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ടൈപ്പ് 2, വേർബ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ടൈപ്പ് 3. എക്സാമ്പിൾ നമ്മൾ ഓർമ്മിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ 3 സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിൽ ഓടി വരണം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് എ പ്ലസ്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് ഗെറ്റ് എ പ്ലസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് ഗോട്ട് എ പ്ലസ്. ഇതിൽ ഏത് ടൈപ്പാണ് ഈ സെൻറ്റൻസ്? ഹിയർ ദ വേർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. വേർബ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വേർബ് തന്നിരിക്കുന്നത് ടെല്ലാണ്. അപ്പോൾ നമുക്ക് ആ ടെല്ലിനോട് കൂടെ വുഡ്, ഷുഡ്, കുഡ് ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് എഴുതിയാൽ മതി. ആൻസർ കറക്റ്റ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഐ വുഡ് ടെൽ യു. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹി കുഡ് ഹാവ് കോട്ട് ദ ബസ് ഇഫ് ഹി ഡാഷ് ഏർലി വിത്തിൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട്. ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ ആദ്യം നമ്മളത് നോക്കണം, ഇതേത് ടൈപ്പ് സെൻറ്റൻസ് ആണ്. നോക്കിയേ, മെയിൻ ക്ലോസിൽ കുഡ് ഹാവ് കോട്ട് ദ ബസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ കുഡ് ഹാവ് ഗോട്ട് എ പ്ലസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ കുഡ് ഹാവ് കോട്ട് ഉള്ളതുകൊണ്ട് ഇഫ് ക്ലോസിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. ദാറ്റ് ഈസ് ഹാഡ് പ്ലസ് V3. ഇവിടുത്തെ വേർബ് സ്റ്റാർട്ട്, അതിൻ്റെ V3 ഫോം സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 ഹാഡ് സ്റ്റാർട്ടഡ്. സോ ദ ആൻസർ ഈസ് ഇഫ് ഹി ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി. ഹാവ് യു അണ്ടർസ്റ്റുഡ്? അവൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവന് ബസ് കിട്ടിയേനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ഇറ്റ് റെയിൻസ് ഡാഷ്. ഇവിടെ ഇഫ് ക്ലോസിൽ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഇവിടെ എഴുതാം. ബട്ട് യു ഷുഡ് ഫോളോ ദ റൂൾസ്. ഇവിടെ ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? ആ ഇഫ് ക്ലോസിൽ വേർബ് നമ്മൾ നോക്കുക. ഇഫ് ക്ലോസിലെ വേർബ് പ്രസൻറ്റ് ടെൻസ് ആണ്, റെയിൻസ്.
ഇറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അവിടെ റെയിൻസ് എന്നായത്. ദാറ്റ്സ് എ സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ വേർബ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന ആ ക്ലോസിൽ, ആ സെൻറ്റൻസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ, മസ്റ്റ് ഏതെങ്കിലും പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ചേർത്ത് നിങ്ങൾക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു മീനിങ് അനുസരിച്ച് ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ വി വിൽ ക്യാൻസൽ ദി ട്രിപ്പ്, നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം, ബട്ട് യു ഷുഡ് ഫോളോ ദ റൂൾസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് ഹി വെയർ എ റിച്ച് മാൻ ഹി ഡാഷ്. ഫസ്റ്റ് നമ്മൾ ഇതേത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് നോക്കണം. ഓക്കെ, ഇഫ് ഹി വെയർ, ഞാൻ പറഞ്ഞു ടൈപ്പ് 2 സെൻറ്റൻസ് ആണ്. ടൈപ്പ് 2 സെൻറ്റൻസിലാണ് വെയർ ചേർത്ത് വരുന്നത്, പാസ്റ്റ് ടെൻസ് വരുന്നത്. ഓക്കെ, ഐ വെയർ, ഷീ വെയർ, ഹി വെയർ. അപ്പോൾ ഇവിടെ ഇതൊരു സെക്കൻഡ് ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പിലെ സെൻറ്റൻസ് നിങ്ങൾക്ക് ഓർമ്മ വരിക, ഇഫ് ഐ സ്റ്റഡീഡ് ഐ വുഡ് ഗെറ്റ് എ പ്ലസ്. അപ്പോൾ ഇവിടെ ഇഫ് ഹി വെയർ എ റിച്ച് മാൻ ഹി ഡാഷ്. അയാൾ ഒരു റിച്ച് ആയിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് ഹി വെയർ എ റിച്ച് മാൻ ഹി കുഡ് ബൈ എ ഫ്ലാറ്റ്. വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇതുപോലെ സെയിം ആയൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് ഐ വെയർ യു ഐ ഡാഷ്. ഞാൻ നീ ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വെയർ യു ടൈപ്പ് 2 ഐ വുഡ് നോട്ട് വറി. ഞാൻ വിഷമിക്കില്ലായിരുന്നു. കണ്ടോ, ഐ വുഡ് നോട്ട് വറി. വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. അവിടെ നമുക്ക് നോട്ട് ചേർക്കണമെങ്കിലും അത് ആ ഓക്സിലറി വേർബിനോട് കൂടെ ചേർത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഹാഡ് നോൺ ദേ വെയർ കമ്മിങ് ഐ ഡാഷ്. ഇത് ഏത് ടൈപ്പാണ്? തേർഡ് ടൈപ്പാണ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ കുഡ് ഹാവ് ഗോട്ട് എ പ്ലസ്. അതുപോലെയാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? അവർ വരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ഫുഡ് ഉണ്ടാക്കിയേനെ. ഇഫ് ഐ ഹാഡ് നോൺ ദേ വെയർ കമ്മിങ് ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് മോർ ഫുഡ്. കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ വുഡ് ഹാവ് പ്രിപ്പയർഡ്. ഓക്കെ, ഹാവ്, ഹാസ്, ഹാഡ് പ്ലസ് V3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഷീ ഹാഡ് ഹാഡ് എ തേർഡ് ഐ ഷീ ഡാഷ്. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ? ഹാഡ്, ഹാഡ്, ദാറ്റ് ഈസ് ഹാഡ് പ്ലസ് V3. ഇഫ് ഷീ ഹാഡ് ഹാഡ് എ തേർഡ് ഐ, ആദ്യത്തെ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഹാഡും അടുത്തത് V3 ഫോമാണ്. ഹാവിൻ്റെയും ഹാസിൻ്റെയും V3 ഹാഡാണ്. സോ ഹിയർ ഹാഡ് പ്ലസ് V3 ഹാഡ്, ഹാഡ്. ഇഫ് ഷീ ഹാഡ് ഹാഡ് എ തേർഡ് ഐ, അവൾക്ക് ഒരു തേർഡ് ഐ ഉണ്ടായിരുന്നെങ്കിൽ, തേർഡ് ടൈപ്പാണ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് V3. ഷീ കുഡ് ഹാവ് പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹെർ ഫോർഹെഡ്. അവൾ അതിനെ അവളുടെ ഫോർഹെഡിൽ പ്ലേസ് ചെയ്തേനെ. ഹാഡ്, ഹാഡിന് മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഷീ ഹാഡ് ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഷീ ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഷീ ഹാഡ് ഹാഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് അവൾ എപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഹാഡ്, ഹാഡ് മീൻസ് പാസ്റ്റ് ഇൻ ദ പാസ്റ്റ്, ദാറ്റ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ്. നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട്, എൻ്റെ അപ്പൂപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു. മൈ ഗ്രാൻഡ് ഫാദർ ഹാഡ് ഹാഡ് ആൻ എലിഫൻറ്റ്. സോ എവറിത്തിങ് ഈസ് ക്ലിയർ. നൗ ലെറ്റ്സ് പ്രാക്ടീസ് സം ക്വസ്റ്റ്യൻസ് ഫ്രം യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 33. ലെറ്റ്സ് പ്രാക്ടീസ്. വുഡ് യു ലൈക്ക് ടു നോ ദ സ്റ്റോറി ഓഫ് ദ cat and the mouse? Complete the conditional sentences to get the full story. Once upon a time, a cat bit a mouse's tail off. "Give me back my tail," said the mouse. And the cat said, "Well, I would give your tail back if you fetched me some milk. But that's impossible for a little mouse like you." Look at the words darkened there. അവിടെ കറുപ്പിച്ചേക്കുന്ന വേർഡ്സ് നോക്കിയേ. വുഡ് ഗീവ്, ഇഫ് യു ഫെച്ച്ഡ്. കണ്ടോ, ഇഫ് ക്ലോസിലെ വേർബ് പാസ്റ്റ് ടെൻസ് ആയപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഗീവ്. വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. നെക്സ്റ്റ്, the mouse however went to a cow.
The cat will only give me back my tail if I fetch her some milk. Look at the sentence. The cat will only give. അവിടെ ഇഫ് ക്ലോസിലെ വേർബ് ഏതാണെന്ന് നോക്കിയേ. ഇഫിന് കൂടെ വരുന്ന വേർബ് ഇഫ് ഐ ഫെച്ച് അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ആകുമ്പോൾ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സോ ഹിയർ ഇറ്റ് ഈസ് the cat will only give. Next page. And the cow said, well, I would give you some milk if you dash me some hay, but that's impossible for a little mouse like you. Try to say the correct answer. ഇവിടെ നമുക്ക് ഇഫ് ക്ലോസ് ആണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ക്ലോസിലെ വേർബ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഐ വുഡ് ഗീവ് യു. അപ്പോൾ അവിടെ വുഡ് പ്ലസ് ഗീവ് സെക്കൻഡ് ടൈപ്പാണ്. അതുകൊണ്ട് ഇഫ് ക്ലോസിലെ വേർബ് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഗെറ്റ് ആണ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട്. സോ ദ ആൻസർ ഈസ് ഗോട്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കിയേ. ദ മൗസ് ഹവർ വെൻ ടു എ ഫാമർ. ദ കാറ്റ് ഓൺലി ഗീവ് മൈ ടെയിൽ ബാക്ക് ഇഫ് ദ കൗ ഡാഷ് മീ സം മിൽക്ക്. ഇവിടെ ഇഫ് ക്ലോസ് ആണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ക്ലോസിലെ വേർബ് നോക്കാം. മെയിൻ ക്ലോസിലെ വേർബ് വിൽ ഓൺലി ഗീവ് പ്രസൻറ്റ് ടെൻസ് ആണ്. ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ആകുമ്പോൾ വേർബ് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇഫ് ദ കൗ വിത്തിൻ ബ്രാക്കറ്റ് ഗീവ്. ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് വേണ്ടത്, ഗീവ് എന്നാണ് വേണ്ടത്. ബട്ട് ദ സബ്ജക്റ്റ് ഈസ് കൗ. സബ്ജക്റ്റ് കൗ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഗീവ് എന്നല്ല ഗീവ്സ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ആൻഡ് ദ കൗ ഡാഷ് മീ സം മിൽക്ക് ഇഫ് ഐ ഗെറ്റ് ഹർ സം ഹേ. അവിടെ ഇഫ് ക്ലോസിലെ വേർബ് ഗെറ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. ഇവിടെ വൺലി കൂടെ ഉള്ളതുകൊണ്ട് വിൽ ഓൺലി ഗീവ്. ആൻഡ് ദ ഫാമർ സെഡ്, വെൽ ഐ വുഡ് ഗീവ് യു സം ഹേ ഇഫ് യു ഡാഷ് മീ സം മീറ്റ്. അതിൽ മെയിൻ ക്ലോസിൽ വുഡ് ഗീവ് കണ്ടോ, സെക്കൻഡ് ടൈപ്പാണ്. അപ്പോൾ വേർബ് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഇവിടെ ബ്രിങ് ആണ്, ബ്രോട്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ മൗസ് ഹവർ വെൻ ടു എ ബുച്ചർ. The cat will only give my tail back if the cow dash me some milk. നോക്കിയേ, അതിൽ ഇഫ് ക്ലോസ് ആണ് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസിലെ വേർബ് നോക്കൂ. വിൽ ഓൺലി ഗീവ് പ്രസൻറ്റ് ഫോമാണ്, ടൈപ്പ് 1. അതുകൊണ്ട് ഇവിടുത്തെ വേർബ് ഗീവ് പ്രസൻറ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. കൗ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഗീവ്സ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. ആൻഡ് ദ കൗ വിൽ ഓൺലി ഗീവ് മീ സം മിൽക്ക് ഇഫ് ഷീ ഡാഷ് സം ഹേ. അപ്പോൾ അതിൽ ഇഫ് ക്ലോസ് ആണ് നമുക്ക് ഇവിടെയും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മെയിൻ ക്ലോസിലെ വേർബ് ദ കൗ വിൽ ഓൺലി ഗീവ്. കണ്ടോ, വിൽ വന്നതുകൊണ്ട് ടൈപ്പ് 1 പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസിലെ വേർബും പ്രസൻറ്റ് ടെൻസ് ആകണം. അപ്പോൾ ഗെറ്റ് പ്രസൻറ്റ് ടെൻസ് ഗെറ്റ് തന്നെയാണ്. സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് ഇവിടെ ഗെറ്റ്സ് ആകും. ആൻഡ് ദ ഫാമർ ഡാഷ് മീ സം ഹേ ഇഫ് ഐ ഗെറ്റ് ഹിം സം മീറ്റ്. ഇവിടെ ഇഫ് ക്ലോസിലെ വേർബ് ഇഫ് ഐ ഗെറ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്, ടൈപ്പ് 1 ആണ്. അതുകൊണ്ട് മെയിൻ ക്ലോസിലെ വിൽ, ഷാൽ, ക്യാൻ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സോ ദ ആൻസർ ഈസ് വിൽ ഓൺലി ഗീവ്. And the butcher said, well, I would give you some meat if you dash the baker bake me a loaf of bread. Look, ഇവിടെ ഇഫ് ക്ലോസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസിലെ വേർബ് ഐ വുഡ് ഗീവ്, വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സോ ദാറ്റ് ഹിയർ ടൈപ്പ് 2 ആകുമ്പോൾ വേർബിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഇവിടെ വേർബ് മേക്കാണ്. മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് മെയ്ഡ്. I think you can complete the other sentences here. ഇതുപോലെ തന്നെയാണ് ആ നെക്സ്റ്റ് പാരഗ്രാഫിലുള്ളത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങളത് ടൈപ്പ് ചെയ്തേക്കുക, ഞാനതിന് റിപ്ലൈ തരാം. ആ പേജിൽ ലാസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ട്, അത് നോക്കി. But imagine what would have happened otherwise. What would have happened past in the past. If the baker dashed the mouse the bread, the butcher dashed to give her the meat for the farmer. If the farmer had not given the mouse the bread,
the butcher would have refused to give her the meat for the farmer. Next, if the butcher dash her any meat, the farmer dash willing to give the mouse the hay. Listen the answer. If the butcher had refused her any meat, the farmer would not have been willing to give the mouse the hay. ഇവിടെ ഒരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ടാണ് ഇവിടെ വുഡ് നോട്ട് ഹാവ് ബീൻ വില്ലിങ് എന്ന് വന്നതെന്ന് അല്ലേ? കാരണം അവിടെ ക്വസ്റ്റ്യനിൽ ബി വില്ലിങ് എന്നുണ്ട്. ബിയുടെ ഫോംസ് എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ഓർ, വാസ്, വെയർ, ബീയിങ്, ബീൻ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഫോം ആയതുകൊണ്ടാണ് വുഡ് നോട്ട് ഹാവ് ബീൻ വില്ലിങ് എന്ന് വന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരാം. നോക്കിയേ. ഇഫ് ദ ഫാമർ ഹാഡ് നോട്ട് ബീൻ വില്ലിങ് ടു ഗിവ് ദ മൗസ് ദ ഹേ, the mouse would not have received the milk from the cow. Next, if the mouse had not received the milk from the cow, she would not have got back her tail. ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം കേട്ടു നോക്കൂ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് സം പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. Let's begin with first year higher secondary improvement examination, July 2019. Question number 10. A.J. Cronin jots down some sentences in his diary recollecting the selfless efforts of Hassan, filling the blanks using appropriate forms of the words given in brackets. 2 answers and it's for 2 marks. Listen the question. How tough those times were. If Hassan told the passengers about smallpox, they dash within bracket get disturbed. Moreover, I too would have been in serious problems if Hassan dash within bracket refused to help me. What a great man he is. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നാം, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി. ഇതിൽ ഡയറക്റ്റായിട്ടത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്ക് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അത് ഇഫ് ക്ലോസ് ആണെന്ന് മനസ്സിലാവും. കാരണം ക്വസ്റ്റ്യനിൽ ഇഫ് ഉണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നേക്കുന്ന വേർഡ്സിൻ്റെ അപ്രോപ്രിയേറ്റ് ഫോം, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം യൂസ് ചെയ്ത് ഫില്ലപ്പ് ചെയ്യാനാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ അഗെയിൻ. How tough those times were. If Hassan had told the passengers about smallpox, they dash get disturbed. ഓക്കെ, അവിടെ ഇഫ് ക്ലോസിൻ്റെ കൂടെ വേർബ് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസ് ആണ് നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇഫ് ക്ലോസിലെ വേർബ് ഇഫ് ഹസൻ ടോൾഡ്. ടോൾഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്, സെക്കൻഡ് ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ് വരുമ്പോൾ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഇവിടെ ദേ ഡാഷ് ഗെറ്റ്, വുഡ് ഗെറ്റ്. ആൻസർ ഈസ് വുഡ് ഗെറ്റ്. മനസ്സിലായോ? നെക്സ്റ്റ് സെൻറ്റൻസ്. Moreover, I too would have been in serious problems if Hassan dashed to help me. ഓക്കെ, ഇഫ് ക്ലോസ് ആണ് നമ്മളിവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസിലെ വേർബ് എന്താ? ഐ ടു വുഡ് ഹാവ് ബീൻ. വുഡ് ഹാവ് ബീൻ വരുമ്പോൾ ഇവിടെ ടൈപ്പ് 3 ആണ്. നമ്മൾ പഠിച്ച ആ സെൻറ്റൻസിൽ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ഹാവ് ഗോട്ട് A+. അതുപോലെ ഇവിടെ വുഡ് ഹാവ് ബീൻ വന്നതുകൊണ്ട് ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. ദാറ്റ് ഈസ് ഹാഡ് പ്ലസ് V3. ഹാഡ് റെഫ്യൂസ്ഡ്. സോ ദ ആൻസർ ഈസ് ഹാഡ് റെഫ്യൂസ്ഡ്. ഈസി അല്ലേ? ഹാവ് യു അണ്ടർസ്റ്റുഡ്? ദ ആൻസേഴ്സ് വുഡ് ഗെറ്റ് ആൻഡ് ഹാഡ് റെഫ്യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. First year higher secondary examination, March 2020, questions 5 and 6. Hawking commented in his customary style, "If I dash A first, I shall go to Cambridge." It's a very simple question. നോക്കിയേ, ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത് ഇഫ് ക്ലോസ് ആണ്. മെയിൻ ക്ലോസിലെ വേർബ് ഐ ഷാൽ ഗോ. ദാറ്റ് ഈസ് ടൈപ്പ് 1 കണ്ടീഷണൽ. അതുകൊണ്ട് നമ്മൾ ഇഫിൻ്റെ കൂടെ വേർബ് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം, സിമ്പിൾ പ്രസൻറ്റ്. സോ ദ ആൻസർ ഈസ് ഗെറ്റ്. അത്രയേ ഉള്ളൂ. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്. ക്വസ്റ്റ്യൻ നമ്പർ 6. Ivan Ivanich said to his brother, "If I were young, I dash my dreams as you did." ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഞാൻ പറഞ്ഞതാണ് ടൈപ്പ് 2
if I were young, I dash follow my dreams. അപ്പോൾ ഇവിടെ ഇഫ് ഐ വെയർ ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ഐ വുഡ് ഫോളോ. സോ ദ ആൻസർ ഈസ് വുഡ് ഫോളോ. നെക്സ്റ്റ്, from first year higher secondary examination, March 2018. Question number 10. The passage given below is an extract from a motivational speech. Fill in the blanks using appropriate forms of the words given in the brackets. Everybody is unique. If you dash confident enough to break the shackles of uncertainty, you will be successful. Don't brood over your past failures. If you dash in the past, you will learn lessons from it. If you dash in all your attempts very easily, you would have been satisfied with those successes and dash simply with those. It's a 4 marks question. 4 answers are there. Read the question again. ഇവിടെ നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത് ഇഫ് ക്ലോസ് ആണ്. മെയിൻ ക്ലോസിലെ വെർബ് വിൽ ബി. കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി. എന്നാലും നോക്കിയേ, വിൽ ബി ആകുമ്പോൾ ടൈപ്പ് 1 സെൻറ്റൻസ് ആണ്. ഇഫ് ക്ലോസിൽ ഇവിടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ് ബി ആണ്. ബിയുടെ ഫോംസ് എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വെയർ, ബീയിങ്, ബീൻ. ഇതിൽ ഏത് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പം നമ്മുടെ സെൻറ്റൻസ് നോക്കിയേ, ഇഫ് യു ഡാഷ് ബി കോൺഫിഡൻറ്റ്, ഇവിടെ വിൽ ബി പ്രസൻറ്റ് ടെൻസ് ആണ്. If you are confident, so the answer is are. Next, if you dash in the past, you would learn lessons from it. കണ്ടോ, അതിൽ മെയിൻ ക്ലോസിലെ വെർബ് വുഡ് ലേൺ. സോ ടൈപ്പ് 2 സെൻറ്റൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇഫ് ക്ലോസിലെ വെർബ് പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഫെയിലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെയിൽഡ്. ദാറ്റ്സ് ഓൾ. സോ ദ ആൻസർ ഈസ് ഫെയിൽഡ്. നെക്സ്റ്റ്, if you dash in all your attempts very easily, you would have been satisfied. കണ്ടോ, you would have been satisfied. ടൈപ്പ് 3 സെൻറ്റൻസ് ആണ്. ടൈപ്പ് 3 സെൻറ്റൻസിൽ വുഡ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ് വരുമ്പോൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ഹാഡ് പാസ്ഡ്. പാസിൻ്റെ V3 ഫോം പാസ്, പാസ്ഡ്, പാസ്ഡ്. ഹാഡ് പാസ്ഡ്. സോ ദ ആൻസർ ഈസ് ഹാഡ് പാസ്ഡ്. നെക്സ്റ്റ് ആൻസർ, ആ സെൻറ്റൻസ് ഒരു പ്രാവശ്യം കൂടെ വായിച്ച്, ഇഫ് യു ഹാഡ് പാസ്ഡ് ഇൻ ഓൾ യുവർ അറ്റംപ്റ്റ്സ് വെരി ഈസിലി, യു വുഡ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ് സക്സസസ് ആൻഡ് ഡാഷ് സിംപ്ലി വിത്ത് ദോസ്. അവിടെ അതിന് തൊട്ട് മുന്നേ വുഡ് ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്. അതുപോലെ വുഡ് ഹാവ് സാറ്റ്, വുഡ് ഹാവ് സാറ്റ്, സിറ്റ്, സാറ്റ്, സാറ്റ്. ഓക്കെ, വുഡ് ഹാവ് സാറ്റ്. Next question from March 2016, question number 3. In I Will Fly, you have met a nervous boy from a remote village who asked Dr. APJ Abdul Kalam a question. Imagine that the boy sends a letter to his friend describing the incident. Here is an excerpt from the letter. Complete it. Meeting Dr. Abdul Kalam was really a wonderful experience. Now I feel very confident. He said, if dash, you will succeed. His words ignited my mind. If I had not attended the meeting, I dash. It's a 2 marks question. Read the question again. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ തരുമ്പോൾ ആ സെൻറ്റൻസിൽ ഇഫ് ഉണ്ടെങ്കിൽ ഇഫ് ക്ലോസ് കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് വരുന്ന സെൻറ്റൻസ് നോക്കി, അതിൽ മെയിൻ ക്ലോസിൽ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഇഫ് ക്ലോസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മെയിൻ ക്ലോസിൽ യു വിൽ സക്സീഡ്. ഓക്കെ, ഹീ സെഡ് ഇഫ് ഡാഷ് യു വിൽ സക്സീഡ്. അപ്പോൾ ഇഫ് ക്ലോസിൽ വേർബ് പ്രസൻറ്റ് ടെൻസ് ആയിട്ട് വരുന്ന ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എക്സാമ്പിൾ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. മറ്റൊരു ആൻസർ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ്. നെക്സ്റ്റ്, his words ignited my mind. If I had not attended the meeting, I dash. Had not attended, had plus V3. ഇഫിൻ്റെ കൂടെ had plus V3 വന്നാൽ അതിൻ്റെ ബാക്കി മെയിൻ ക്ലോസിൽ നമ്മൾ എഴുതേണ്ടത് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഇവിടെ മീനിങ് നോക്കിയേ. ഇഫ് ഐ ഹാഡ് നോട്ട് അറ്റൻഡഡ് ദ മീറ്റിംഗ്, ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ലായിരുന്നു.
എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ആയ വേർഡ്സ് കേൾക്കാൻ പറ്റില്ലായിരുന്നു. കണ്ടോ? അപ്പോൾ ഈ റൂൾ അനുസരിച്ച് ഗ്രാമർ കറക്റ്റായി വരുന്ന തരത്തിൽ ഏത് ഐഡിയാസ് ഉള്ള സെൻറ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ഫില്ലപ്പ് ചെയ്യാം. സോ ദ ആൻസർ, ഇഫ് I had not attended the meeting, I could not have met him. Another answer, if I had not attended the meeting, I could not have heard his inspiring message. If clause മനസ്സിലായില്ലേ? It's very easy and important for your exam. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും ഞാനിപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസും നിങ്ങൾ ഈ ചാനൽ നോക്കി കണ്ടു പഠിക്കുക. See you soon in the next video. Bye bye.